എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒട്ടും വിശപ്പില്ല എന്ന് പറഞ്ഞ് എൻ്റെ പ്ലേറ്റാണ് നിങ്ങളീ കാണുന്നത്. ഒരു വിശപ്പിൻ്റെ വിളിയുണ്ടല്ലോ, അത് വന്നപ്പം ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് അരിപ്പയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എടി ഞങ്ങളുടെ വീഡിയോ ആണ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവരെന്നെ പേടിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ചെക്കന്മാരാണ്, പൈതങ്ങളാണ്. നമ്മളെല്ലാവരുടെ അരിപ്പയിൽ ഫുഡ് കഴിക്കാൻ പോയി. സോ കുറച്ച് ആൾക്കാർക്ക് അധികം ഉണ്ടായിരുന്നത് കൊണ്ട് അകത്തൊരു സെറ്റ് ഓഫ് പോർഷനിലാണ് നമ്മളെ ഇരുത്തിയത്. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊള്ളായിരുന്നു, പക്ഷേ ഇതിൻ്റെ പുറത്ത് ഇതിനേക്കാളും അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മളെല്ലാവരും മെനു എടുത്ത് തിരിച്ചു മറിച്ച് നോക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര കൂലങ്കക്ഷമമായിട്ട് എന്ത് വേണം എന്ന് മെനു നോക്കി ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആംബിയൻസ്. പിന്നെ പറഞ്ഞ് എല്ലാവരും നോക്കുന്നുണ്ടല്ലോ, ഇനി ഇപ്പോൾ എന്നെ കണ്ടില്ല എന്ന് വേണ്ട, ദിസ് ഇസ് മീ. കണ്ണൊന്നും എഴുതാത്ത, ലിപ്സ്റ്റിക്കൊന്നും ഇടാത്ത, മേക്കപ്പ് ഇടാത്ത മീ. ആൻഡ് ദിസ് ഇസ് അബിൻ ചേട്ടൻ. ആൻഡ് ഇങ്ങനെ നമ്മൾ പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങനെയാണല്ലോ, ഓർഡർ എടുക്കാൻ ആൾ വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് വേണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വാഷ്റൂം പോയി. കൈ കഴുകുന്നിട്ട് ഒക്കെ പഴയ ആചാരമാണെങ്കിലും ഞാനൊന്ന് കഴുകി. ഇന്ത്യയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി കൈ കഴുകാൻ പോയത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരുത്തനിട്ട് തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് വളർന്നു വരുന്ന യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മക്ലാബ മജ്ബൂദ് അങ്ങനത്തെ 2-3 മന്തി വേണ്ട എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ 2-3 വെറൈറ്റി ഐറ്റം ഓർഡർ ചെയ്തു. കൊള്ളായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ റൈസ് ഐറ്റംസ് എന്താണെങ്കിലും ആഴ്ചയിൽ ഒരു 2-3 തവണയൊന്നും എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല. എന്തൊക്കെ കഴിച്ചാലും എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേരള മീൽസ് തന്നെ വേണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ചേച്ചി വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നീക്കിയൊക്കെ വെച്ച് കാണിച്ചു തന്ന്. കൊള്ളായിരുന്നു. നമ്മൾ ബീഫും ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ പുട്ടും ബീഫും ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് ചപ്പാത്തി, പൊറോട്ട, നോർമൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കോരി ഇട്ടിരുന്നുണ്ട്. ആദ്യം എനിക്കൊന്നും വേണ്ടാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. കുറച്ച് മതി, ഇത്രയും മതി. പിന്നെ അങ്ങനെ കഴിക്കുന്ന എൻ്റെ വീഡിയോ ആണ് ചേട്ടൻ എടുത്തുകൊണ്ടിരുന്നത്. ചേട്ടനല്ലെന്ന് തോന്നുന്നു, ആരോ എടുത്തേ ചേട്ടൻ തന്നെയാണ്. അങ്ങനെ എടുത്തു. കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടൻ മതി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എല്ലാവരും ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഭയങ്കര സൈലൻ്റായിട്ട് ഡീസൻ്റായിട്ട് കഴിക്കുന്ന ഡീസൻ്റായിട്ട് കഴിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. കൊള്ളായിരുന്നു എന്തായാലും ഫുഡൊക്കെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും പേര് ചേർന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവർ സാധാരണ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട്, പക്ഷേ ഞാൻ പോകാറില്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഫുഡ് കഴിച്ച് കാണിക്കാം. ഇനി ഞാൻ എങ്ങാനും ഭാവിയിൽ ഒരു ഫുഡ് വ്ളോഗറായി തീർന്നാലോ. ചിക്കൻ്റെ കാലല്ല, മട്ടനായിരുന്നു എന്ന് തോന്നുന്നു. മട്ടൻ്റെ കാലൊക്കെ ഞാൻ വലിച്ച് പറിച്ച് കഴിച്ചു. കൊള്ളായിരുന്നു. ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒരു വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേകിനെ കൊണ്ടൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നിരുന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് പുറത്തിറങ്ങി. അരിപ്പയുടെ പുറത്തെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ പറയുമായിരുന്നു, ഞാൻ പുറത്തോട്ടിറങ്ങി കാല് വെച്ച ഉടനെ മഴ പോയടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം